ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടത്തിലെ 31-ാം വാരം ചൊവ്വാഴ്ച. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് തീന്മേശ സംഭാഷണം തുടരുകയാണ്. ഭക്ഷണത്തിനിരിക്കുന്ന ആൾക്കാരിൽ ഒരാൾ ടോപ്പിക്ക് മാറ്റാനായിട്ട് കർത്താവിനോട് പറയുന്നു, ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. ഇതിനെ തുടർന്ന് കർത്താവ് വിവാഹ വിരുന്നിൻ്റെ ഉപമ പറഞ്ഞു വയ്ക്കുകയാണ്. എങ്ങനെ പല ആളുകൾ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടതിന് ശേഷവും അവസാന നിമിഷം പല ഒഴിവുകഴിവുകളും പറഞ്ഞുകൊണ്ട് ആ വിവാഹ വിരുന്നിൽ പങ്കെടുക്കാതിരിക്കുന്നതിനെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞു വെക്കുന്നത്. ആദ്യത്തെ ആൾ പറയുന്നു, എനിക്ക് വയൽ പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ട്, അതെനിക്ക് പോയി നോക്കണം. രണ്ടാമത്തെ ആൾ പറയുന്നു, ഞാൻ 5 ജോഡി കാളകളെ എടുത്തിട്ടുണ്ട്, അതിനൊന്ന് പരീക്ഷ നോക്കണം. മൂന്നാമത്തെ ആൾ പറയുന്നു, ഞാനിപ്പോൾ വിവാഹിതനായിട്ടേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് വരാൻ സാധിക്കില്ല. 3 പേരും പറയുന്ന കാരണങ്ങൾ, ഒന്ന് ധനത്തിൻ്റേത്, രണ്ടാമത്തേത് പുതുമയുടേത്, മൂന്നാമത്തേത് കുടുംബത്തിൻ്റേത്. ഈ 3 കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത്. നമ്മൾ ഇന്നത്തെ വചനത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തോടൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, കർത്താവിൻ്റെ ഏറ്റവും വലിയ വിരുന്നെന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. നമ്മളെല്ലാവരും കത്തോലിക്കരായതുകൊണ്ട് ഞായറാഴ്ച ഒരു കടമുള്ള ദിവസമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഈ വിവാഹ വിരുന്നിൻ്റെ ഉപമയും നമ്മളുടെ ഞായറാഴ്ച കുർബാനയും ഇത് രണ്ടും തമ്മിൽ ഒന്ന് ബന്ധപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. ഞായറാഴ്ച പരിശുദ്ധ കുർബാന വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ ആ വയൽ കാരണം പറഞ്ഞ ആളിനെ പോലെ ഞാൻ ആകുന്നില്ലേ? ഞായറാഴ്ച മാത്രമാണ് എനിക്ക് ഫ്രീ കിട്ടുന്ന ഒരു ദിവസം, അതുകൊണ്ട് ഞാൻ ഒന്ന് ടൂറ് പോകാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ പോകാതെ നിൽക്കുമ്പോൾ ഞാൻ ആ ജോഡി കാളകളെ മേടിച്ച ആളെ പോലെ ആകുന്നില്ലേ? ഈ ഞായറാഴ്ച കുർബാനയും കാറ്റഗിസത്തിലും കൂടാൻ പറ്റില്ല, കാരണം ഞങ്ങളുടെ അകന്നൊരു ബന്ധുവിൻ്റെ വീട്ടിൽ ഞങ്ങൾക്കൊരു ചടങ്ങുണ്ട്, ഒരു പെരവാർപ്പ്, ഒരു മാമോദീസയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുർബാന വേണ്ടാന്ന് പറയുമ്പോൾ ആ മൂന്നാമത്തെ ആളെ പോലെ കുടുംബത്തിൻ്റെ പേര് കാരണം പറഞ്ഞുകൊണ്ട് വിരുന്നിൽ നിന്നും മാറുന്നില്ലേ? ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് വളരെയധികം സ്നേഹത്തോടുകൂടെ ഞങ്ങളെ പരിശുദ്ധ കുർബാന എന്ന വിരുന്നിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഞങ്ങൾ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. കർത്താവെ, അങ്ങയുടെ വിരുന്നിലേക്ക്, അങ്ങയുടെ ദിവ്യകാരുണ്യത്തോട് സ്നേഹത്തിലൂടെ അടുക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസമായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.